നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അതിവിശേഷപ്പെട്ട ഒരു അറിവാണ് പകരുന്നത്. ജ്യോതിഷത്തിലെ ചില ചൊല്ലുകളും അതിലുള്ള അബദ്ധധാരണകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചില ജ്യോതിഷികൾ തന്നെ അന്ധവിശ്വാസങ്ങൾ പരത്തുന്നുണ്ട്. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ശരിയായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ജ്യോതിഷത്തിൽ ചില അബദ്ധധാരണകൾ അറിവില്ലായ്മ മൂലം ചിലരെങ്കിലും പറയുന്നുണ്ട്. അത്തരത്തിൽ ഏതാനും കാര്യങ്ങളെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കേണ്ടത്. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. ഗണം ഉണ്ടെങ്കിൽ ഗുണം 10 എന്നൊരു ജ്യോതിഷത്തിൽ ചൊല്ലുണ്ട്. ശരിയായി പറയുകയാണെങ്കിൽ അത് ഭാരതീയ ജ്യോതിഷത്തിലെ ചൊല്ലല്ല. പ്രാസമൊപ്പിച്ച് ആരൊക്കെയോ സൃഷ്ടിച്ചെടുത്ത ഒരു ചൊല്ല് മാത്രമാണ്. അത് പലർക്കും തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ട്. വിവാഹപ്പൊരുത്തത്തിൽ ഏറെ തെറ്റിദ്ധാരണകൾ പുലർത്തുന്ന ഒരു ചൊല്ലാണിത്. ഗണം ഒന്നെങ്കിൽ ഗുണം 10 എന്നുള്ളത്. ഗണപ്പൊരുത്തം മാത്രമല്ല, 10 പൊരുത്തങ്ങളുണ്ട്. നക്ഷത്ര പൊരുത്തത്തിലെ 10 പൊരുത്തങ്ങളിൽ ഒന്ന് മാത്രമാണ് ഗണപ്പൊരുത്തം. ഗണം ഒന്നെങ്കിൽ എല്ലാം ചേർക്കാം എന്നുള്ള അബദ്ധധാരണ പലർക്കും അത് തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കുന്നുണ്ട്, അബദ്ധങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഗണം ഒന്നാണെങ്കിൽ 10 പൊരുത്തവും ഒത്തു എന്ന ചിലർക്കെങ്കിലും തോന്നലുണ്ട്. അത് ശരിയല്ല. ഗണം ഒന്നാകുന്നത് കൊണ്ട് ഗണപ്പൊരുത്തം മാത്രമാണ് ഉണ്ടാകുക. മറ്റു പൊരുത്തങ്ങളും കൂടെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹ ജീവിതത്തിൽ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. കുറഞ്ഞത് 5 പൊരുത്തങ്ങളെങ്കിലും വേണം. പ്രധാന ദോഷങ്ങളായിട്ടുള്ള വേദം, മധ്യമരഞ്ജു, ഷഷ്ടാഷ്ടമം, ഏകനക്ഷത്ര ദോഷം എന്നിവയൊന്നും പാടുള്ളതുമല്ല. ഗണം ഒന്നാകുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ഗണം ഒന്നായി എന്നുള്ളത് കൊണ്ട് ജാതകം ചേർച്ചയുള്ളതാണ് എന്ന് തീരുമാനിക്കരുത്. ഗണപ്പൊരുത്തം മധ്യമമായാലും ഗണപ്പൊരുത്തം ഇല്ലെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ചില നക്ഷത്രക്കാർക്ക് പരസ്പരം യോജിപ്പുണ്ടാകാം. അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം ചേരുമെങ്കിൽ അത് ചേർക്കുകയും ചെയ്യാം. നക്ഷത്ര പൊരുത്തത്തിൽ 8 പൊരുത്തങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഗണപ്പൊരുത്തം ഇല്ലാത്തത് കൊണ്ട് മാത്രമായിട്ട് വിവാഹം മാറ്റിവെച്ച അനുഭവം കൂടിയുണ്ട്. അത് ഈ ഇത്തരത്തിലുള്ള അബദ്ധധാരണകളിലൂടെ ഉടലെടുക്കുന്നതാണ്. ജ്യോതിഷത്തെക്കുറിച്ചോ ജാതക പൊരുത്തത്തെക്കുറിച്ചോ ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധധാരണകളൊക്കെ ഉടലെടുക്കുന്നത്. ഇനിയും നമുക്ക് മറ്റൊരു അത്തരത്തിലുള്ള ചൊല്ലിനെ പരിശോധിക്കാം. ഇതും നക്ഷത്ര പൊരുത്തത്തിൽ വരുന്ന ഒരു ചൊല്ലാണ്. അന്നാളും മുന്നാളും ചേരില്ല എന്നൊരു ചൊല്ലുണ്ട്. ഒരേ നാൾ വന്നാൽ ജാതകം ചേർക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഒരേ നാളുകളാണ് എങ്കിൽ വിവാഹം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അത് അല്പജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്ന അബദ്ധധാരണയാണ് എന്നുകൂടി പറയണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം 10 നക്ഷത്ര പൊരുത്തങ്ങളിൽ ഒന്നാണ് ഈ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പൊരുത്തം. അത് രാശി പൊരുത്തത്തിൽ വരുന്നതാണ്. ഏകതാരക ദോഷം എന്നൊരു ദോഷമുണ്ട്. ഏക നക്ഷത്ര ദോഷം എന്നും അതിനെ പറയാറുണ്ട്. ഒരേ നക്ഷത്രങ്ങൾ ചിലത് വരുന്നത് ദോഷമാണ്. എന്നാൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ നക്ഷത്രങ്ങളും അത്തരത്തിൽ പുരുഷനും സ്ത്രീക്കും ഒരേ നക്ഷത്രമായാൽ ഒഴിവാക്കണമെന്നുള്ള അബദ്ധധാരണ നിലനിൽക്കുന്നുണ്ട്. രോഹിണ്യാർദ്ര, ശ്രവിഷ്ടാച, തിഷ്യമൂല, മഹാനിഷത്ത് തുടങ്ങി 6 നക്ഷത്രങ്ങളെയും അതേപോലെ തന്നെ മറ്റൊരു ഗണത്തിൽ വരുന്ന 6 നക്ഷത്രങ്ങളെയും അങ്ങനെ 12 നക്ഷത്രങ്ങളാണ് ആകെ ഏകതാരക ദോഷം അഥവാ ഏകനക്ഷത്ര ദോഷത്തിൽ ഉൾക്കൊള്ളുന്നത്. ആ നക്ഷത്രങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ബാക്കി വരുന്ന 15ഓളം നക്ഷത്രങ്ങൾ ഒരേ നക്ഷത്രക്കാർക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ ഉത്തമങ്ങൾ തന്നെയാണ്. അതായത് 27 നക്ഷത്രങ്ങളിൽ 12 നക്ഷത്രക്കാർക്ക് തമ്മിൽ മാത്രമേ ഒരേ നക്ഷത്ര ദോഷമുള്ളൂ, അതായത് ഏകനക്ഷത്ര ദോഷം അഥവാ ഏകതാരക ദോഷമുള്ളൂ. ബാക്കി 15 നക്ഷത്രക്കാർക്കും ഒരേ നക്ഷത്രക്കാരെ വിവാഹം കഴിക്കാവുന്നതാണ്. ഈ ഒരു ചൊല്ലിലൂടെ അങ്ങനെ ഒരു സാധ്യത പലരും തള്ളിക്കളഞ്ഞുകൊണ്ട് അബദ്ധധാരണയിലേക്ക് പോവുകയാണ്. ഇനി ഈ ചൊല്ലിലുള്ള അന്നാളും മുന്നാളും ചേരില്ല എന്നുള്ള ചൊല്ലിലെ രണ്ടാമത്തെ വിഭാഗത്തെ നമുക്കൊന്ന് നോക്കാം. മുന്നാള് ചേരില്ല എന്നുള്ളതാണ്. എല്ലാ മുന്നാളും ചേരാത്തതല്ല. ഉദാഹരണമായി മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളുണ്ട്. മേടക്കൂറിൽ തന്നെയുള്ള അശ്വതിക്ക് മുന്നാളായിട്ടുള്ള കാർത്തിക ചേരില്ല എന്നുള്ളതാണ്. എന്നാൽ കാർത്തികയിലെ 1-ാം പാദമായിട്ടുള്ള കാർത്തിക കാൽഭാഗം, അതായത് മേടക്കൂറിൽ തന്നെയുള്ള കാർത്തികക്കാർക്ക് അശ്വതിക്കാരെ വിവാഹം കഴിക്കാവുന്നതാണ്. സ്ത്രീയുടെ നക്ഷത്രം മുതലാണ് ഈ മുന്നാൾ എണ്ണുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ മുന്നാളുകളും ചേരാത്തതല്ല. ഈ ഒരു അബദ്ധധാരണകൾ മൂലം നിരവധി വിവാഹങ്ങൾ മുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അല്പജ്ഞാനങ്ങളെ മാറ്റി നിർത്തി നമുക്ക് ശരിയായ ജ്യോതിഷ അറിവ് നൽകേണ്ടത്, സമൂഹത്തിന് നൽകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്.
ഇനി നമുക്ക് മറ്റുള്ള ചില ജ്യോതിഷ ചൊല്ലുകളെ കൂടി ഒന്ന് പരിശോധിക്കാം. ആരും മുടക്കിയില്ലെങ്കിലും വ്യാഴം മുടക്കും എന്നൊരു ചൊല്ലുണ്ട്. പലരുടെയും ധാരണ വിവാഹത്തിന് മുഹൂർത്തം നോക്കുന്നത് വളരെ എളുപ്പത്തിൽ നോക്കേണ്ട അല്ലെങ്കിൽ ചെറിയൊരു കാര്യമാണ് എന്നുള്ള ധാരണയാണ്. എന്നാൽ വിവാഹ മുഹൂർത്തം കുറിക്കുക എന്നുള്ളത് അതിപ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പല വിശ്വാസികൾക്കും അറിയില്ല. അത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ പോലും അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യമാണ്. ഒരു ജീവിതത്തിന്റെ ആരംഭമാണ് അതിലൂടെ കുറിക്കേണ്ടത്. അതിൽ പിഴവ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിവാഹത്തിന് മുഹൂർത്തം ശുഭമായിട്ടാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചിലരെങ്കിലും ഒരു അബദ്ധധാരണ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആരും മുടക്കിയില്ലെങ്കിലും വ്യാഴം മുടക്കും എന്നുള്ള ഒരു ചൊല്ലിലൂടെ വ്യാഴാഴ്ച ദിവസം വിവാഹം ഒഴിവാക്കുന്ന ജ്യോതിഷികളും വിശ്വാസികളും ഉണ്ട് എന്നുള്ളതാണ് ഒരു അതിശയിപ്പിക്കുന്ന കാര്യം. അത് അല്പജ്ഞാനത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചൊല്ലിൽ ഒരു വസ്തുതയുണ്ട്. ആരും മുടക്കിയില്ലെങ്കിലും വ്യാഴം മുടക്കും എന്നുള്ള ഒരു ചൊല്ല് വിവാഹ വിഷയത്തിലോ മുഹൂർത്ത വിഷയത്തിലോ ഘടിപ്പിക്കേണ്ടതല്ല. ദുർദേവതകളുടെ സാന്നിധ്യത്തെ വ്യാഴത്തിന്റെ സാന്നിധ്യം മുടക്കും എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. അതായത് വ്യാഴം സർവേശ്വരകാരകനാണ്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ദുർദേവതകളും നമ്മളോട് അടുക്കില്ല എന്നുള്ളതാണ്. അതാണ് ആരും മുടക്കിയില്ലെങ്കിലും വ്യാഴം മുടക്കും എന്ന് പറയുന്നത്. ദുർദേവത സാന്നിധ്യത്തെ മുടക്കും, അതായത് നെഗറ്റീവ് എനർജികളെ മുടക്കും എന്നാണ് അതിലൂടെ അർത്ഥം. പക്ഷെ അത് തെറ്റിദ്ധരിച്ച് വ്യാഴാഴ്ചകളിൽ ഉത്തമ കാര്യങ്ങൾ ചെയ്യുന്നതിന് പലരും മടിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു പഴഞ്ചൊല്ലിനെ പരിചയപ്പെടാം. മകം പിറന്ന മങ്കയും പൂരം പിറന്ന പുരുഷനും. വടക്കൻ പാട്ടിലാണ് ഈ മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ എന്നൊക്കെയുള്ള ചൊല്ലുകൾ ആദ്യമായി പ്രയോഗിച്ചത്. ഉണ്ണിയാർച്ച മകൻ നക്ഷത്രജാതയാണ്. ഉണ്ണിയാർച്ചയുടെ കഴിവിനെ ഉയർത്തി കാണിക്കാനാണ് മകം പിറന്ന മങ്ക എന്ന് ആദ്യമായി ചൊല്ലുകളിലൂടെ പറഞ്ഞത്. മകം എന്നത് ഒരു പുരുഷ നക്ഷത്രമാണ്. മകത്തിൽ ജനിച്ച സ്ത്രീകൾ ഒരു പുരുഷ സ്വഭാവം അല്പമെങ്കിലും ഉള്ളവരായിരിക്കാം. മകൻ നക്ഷത്രക്കാരെ കുറിച്ചും മറ്റേ 26 നക്ഷത്രക്കാരെ കുറിച്ചും സമ്പൂർണമായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 ഭാഗങ്ങളായിട്ട് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരുടെ 2ാം ഭാഗം മാത്രമാണ് അവതരിപ്പിക്കാനുള്ളത്. അതും അടുത്ത് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രത്തെ കുറിച്ച് വലിയ അറിവുകൾ ആ വീഡിയോയിലുണ്ട്. പുരുഷ നക്ഷത്രമായതുകൊണ്ട് തന്നെ മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും അല്പമെങ്കിലും പൗരുഷം ഉണ്ടാകും. ഇത് സ്ത്രീകളെ സംബന്ധിച്ച് എത്രത്തോളം ചേരും എന്നുള്ളതല്ല. നക്ഷത്രത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. ജനിച്ച ലഗ്നവും കൂടി അതിന് അനുകൂലമാണെങ്കിലാണ് അതിന്റെ നല്ല ഫലം വരിക. എന്നിരുന്നാലും നക്ഷത്രത്തിന്റെ സ്വാധീനം നല്ല രീതിയിൽ ആ വ്യക്തിയിൽ ഉണ്ടാകും. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മകം പിറന്ന മങ്ക എന്നുള്ള ചൊല്ല് സ്വീകരിച്ചത്. അത് ഉണ്ണിയാർച്ചയിലൂടെയാണ് കേരളീയ സമൂഹം അത് ഏറ്റെടുത്തത്. പക്ഷേ എല്ലാ മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളും അതുപോലെ ആകണമെന്നില്ല. എന്നാൽ അവരിലെല്ലാം അല്പം ഒരു പൗരുഷം കൂടുതലായി കണ്ടേക്കാം. പൂരം ഒരു സ്ത്രീ നക്ഷത്രമാണ്. എന്നാൽ പൂരം പിറന്ന പുരുഷൻ എന്ന ചൊല്ല് എങ്ങനെ വന്നു, അതിന്റെ സത്യാവസ്ഥ ഇതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. പൂരം നക്ഷത്രം ഒരു സ്ത്രീ നക്ഷത്രമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്ത്രീ നക്ഷത്രമായതിനാൽ ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്ത്രൈണത കൂടുതൽ ഉണ്ടാകാം. സ്ത്രീ നക്ഷത്രമായിട്ടുള്ള പൂരത്തിൽ ജനിച്ച ഒരു പുരുഷന് സ്ത്രീ സഹജമായിട്ടുള്ള വിനയം, ഭക്തി, ലജ്ജ, സൗന്ദര്യ ഭ്രമം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ചൊല്ലുകളിലെയും അന്തരാർത്ഥം ശരിയായിട്ടുള്ള കാര്യത്തിൽ മനസ്സിലാക്കുക. മകൻ നക്ഷത്രത്തിൽ സ്ത്രീകൾ ജനിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ എന്നും പൂര നക്ഷത്രത്തിൽ പുരുഷന്മാർ ജനിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ എന്നുള്ള അബദ്ധജടിലമായിട്ടുള്ള വിശ്വാസത്തെ തള്ളിക്കളയുക. ശരിയായി ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് മറ്റൊരു പഴഞ്ചൊല്ലും കൂടി പരിചയപ്പെട്ട് ഈ വീഡിയോ നിർത്താം. അതിപ്രധാനപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ്, ഒരു അബദ്ധധാരണയാണ് എന്ന് തന്നെ പറയണം. പൂരാട നക്ഷത്രത്തിൽ കുട്ടി ജനിച്ചാൽ കുടുംബത്തിന് വിപത്ത് എന്നൊരു അബദ്ധധാരണ നമ്മളുടെ ഇടയിലുണ്ട്. അറിവില്ലാത്തവർ പറഞ്ഞു വരുത്തി അതിനെ ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ചിലർക്കെങ്കിലും അതിൽ ആശങ്കയുണ്ടാകും. നക്ഷത്രം മാത്രം നോക്കി ഒരു കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കാൻ പാടില്ല. സ്വഭാവ സവിശേഷതകളൊക്കെ നക്ഷത്രത്തിൻ്റെതായിട്ട് ആ വ്യക്തിക്ക് വന്നേക്കാം. എന്നാൽ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ അതൊന്നും തന്നെ ഫലത്തിൽ വരാൻ സാധ്യതയില്ല. അത് ആ കുട്ടിയുടെ ജനന സമയത്തെ ജാതകപ്രകാരം മാത്രമാണ് ഫലത്തിലേക്ക് വരിക. ജാതകത്തിൽ 5 അംഗങ്ങളാണുള്ളത്. പഞ്ചാംഗങ്ങൾ, അതിൽ 1 മാത്രമാണ് നക്ഷത്രം എന്നുള്ളത്. ആഴ്ച, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം എന്നീ പഞ്ചാംഗങ്ങളിൽ ഒന്നാണ് നക്ഷത്രം എന്നുള്ളത്.
ഇവ അഞ്ചും തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇവ അഞ്ചിലും ജനിക്കുമ്പോൾ ചില സ്വഭാവ സവിശേഷതകൾ ആ വ്യക്തിയിൽ ഉണ്ടാകാം. അതുതന്നെയാണ് ഒരാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് തന്നെ നക്ഷത്രം നോക്കി ഒരു കുടുംബത്തിന്റെയൊക്കെ ഗുണദോഷങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളത് അബദ്ധജടിലമായിട്ടുള്ള കാര്യമാണ്. നിസ്സാര കാര്യങ്ങളിൽ നക്ഷത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അയൽക്കാർ തമ്മിൽ കലഹവും പഴിക്കുകയും നല്ല അയൽബന്ധങ്ങൾ പോലും ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ജ്യോതിഷത്തെ ശരിയായി മനസ്സിലാക്കുക. ശരിയായ വേദജ്യോതിഷത്തിൽ ഇതൊന്നും തന്നെ പറഞ്ഞിട്ടില്ലാത്തതാണ്. ആരൊക്കെയോ കൃത്രിമമായി ചേർത്തെടുത്ത ഇത്തരത്തിലുള്ള അബദ്ധജടിലമായിട്ടുള്ള അറിവുകളെ, തെറ്റിദ്ധാരണകളെ തള്ളിക്കളയുക. ആചാര്യന്മാർ പോലും പറയാത്ത, അവർ ഊഹിക്കാത്ത അബദ്ധജടിലങ്ങളായിട്ടുള്ള ചൊല്ലുകളാണ് ഇതെല്ലാം തന്നെ. ഇത്തരം പ്രവണതകളൊക്കെ ശാസ്ത്രത്തെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചൊല്ലുകളിൽ നിന്നൊക്കെ വിശ്വാസി സമൂഹം മാറി ചിന്തിക്കുക. ആയില്യം അയൽമുടിക്കും എന്നുള്ള ഒരു ചൊല്ലുണ്ട്. അത് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം അയൽപക്കത്തുള്ളവർക്ക് ഒരിക്കലും ഒരു വ്യക്തി ദോഷം ചെയ്യില്ല എന്നതുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ചൊല്ലുകളുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ തുടർച്ച എപ്പോഴെങ്കിലും വീഡിയോ ആയി ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.